ഹായ് ഓൾ, ടെല്ല PSC-യിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. ഇപ്പൊ നാളെ ഫെബ്രുവരി 4-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് അലേർട്ട് ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, 293 വിജ്ഞാപനങ്ങളുടെ അവസാന ഡേറ്റ് ആണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ ശേഷിക്കുന്നത്. അപ്പൊ ഇനിയും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. അവസരങ്ങൾ എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കുക. തുളസി വെബ്സൈറ്റിൽ കയറുക. അവരവരുടെ കേരള PSC-യുടെ ഒഫീഷ്യൽ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ യോഗ്യതകൾക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക. അപ്ലൈ നൗ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം തന്നെ അപ്ലൈ നൗ ചെയ്യണം. നാളെ ഫെബ്രുവരി 4 ആകുമ്പോൾ ഒരുപാട് പേര് കയറുമ്പോൾ സിസ്റ്റം ജാം ആകാനും സ്റ്റക്ക് ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അവസരമുള്ളത് രാത്രി 12 മണി വരെ മാത്രമാണ്. ഇനിയും ഒരു അവസാന ടൈമിലേക്ക് നോക്കിയിരിക്കാണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ, നിങ്ങളുടെ ഫ്രണ്ട്സ് അതുപോലെ റിലേറ്റീവ്സ് ഒക്കെ കേരള PSC ജോബ് നോക്കുന്നവരാണെങ്കിൽ അവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 293 വിജ്ഞാപനങ്ങളാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കാറ്റഗറി കോഡ് കൂടി നോക്കുക. 293 നമ്മളിവിടെ പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും ഒഫീഷ്യൽ സൈറ്റ് നോക്കിയിട്ട് ഏതൊക്കെയാണ് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് അയക്കാൻ പറ്റുന്നതെന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ജനറൽ ആയിട്ട് ഏറ്റവും കൂടുതൽ പേര് അയക്കുന്ന കുറച്ച് വിജ്ഞാപനങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. അപ്പൊ ആദ്യം നോക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എല്ലാത്തിൻ്റെയും തന്നെ ഫെബ്രുവരി 4 ആണ് എന്നുള്ളത് ഓർക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ അയക്കാൻ സാധ്യതയുള്ള ഒരു വിജ്ഞാപനമാണ് ബിവറേജ് LD. ബിവറേജ് LD എന്ന് പറയുമ്പോൾ പലരുടെ ഒരു സ്വപ്ന ജോലി തന്നെയാണ്. കാരണം അറിയാം അല്ലെ, ഓണത്തിനൊക്കെ 1 lakh ഒക്കെയാണ് ഇവരുടെ ഇൻസെന്റീവ് ആയിട്ട് പോലും വരുന്നത്. അപ്പൊ അത്രയ്ക്ക് സാലറി ബെനിഫിറ്റ്സും മറ്റ് ബെനിഫിറ്റ്സുകളും ഒക്കെയുള്ള ഒരു ജോബാണ് ബിവറേജ് LD എന്ന് പറയുന്നത്. ലൈഫ് സെറ്റ് ആകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോബ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി കോഡ് കൂടി തന്നേക്കാം. കാര്യം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 619/2025 ആണ് ഇതിന്റെ കാറ്റഗറി കോഡ്. ഇനി LD ടൈപ്പിസ്റ്റ്, നിരവധി ടൈപ്പിസ്റ്റ് എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ടെല്ല PSC-യും നിങ്ങൾക്ക് വേണ്ടി ടൈപ്പിസ്റ്റിന് വേണ്ടി ഒരു കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ LD ടൈപ്പിസ്റ്റിന്റെ കാറ്റഗറി കോഡ് 74/2025 ആണ്. ഇനി ഓവർസിയർ ഉണ്ട്. അപ്പോൾ ഓവർസിയറിന്റെ കാറ്റഗറി കോഡ് 882/2025. വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ, ഇത് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജനറൽ പോസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു വയസ്സ് ലിമിറ്റ് ഉണ്ട്. 18 to 26 ആണ് നോർമൽ ഏജ് വരുന്നത്. ഇനി OBC ആണെങ്കിൽ 18 to 29, SC ആണെങ്കിൽ 18 to 31 വയസ്സ് വരെയാണ് ആ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പൊ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഇതിന്റെ പലതിനും പല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ +2 ആണ് ഒരു ഫയർഫോഴ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ. ഇനി വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുമ്പോൾ വനിതകൾക്ക് മാത്രമേ അയക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും അയച്ചിട്ടില്ലാത്ത വനിതകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. കേരള PSC-യുടെ ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് HSA ആണ്, ഹോം സയൻസ്. ഹൈസ്കൂൾ ടീച്ചർ പല വേക്കൻസീസ് ഇടയ്ക്കിടയ്ക്കായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഹോം സയൻസ് ആണ്. അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അപ്പൊ ഇതിന്റെ കാറ്റഗറി കോഡ് 887/2025, 702/2025. ഇനി അറിയേണ്ട ഒരു ക്വാളിഫിക്കേഷൻ, റിസർച്ച് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. ഫെബ്രുവരി 4 ആണ് ഇതിന്റെ എല്ലാം തന്നെ അവസാന ഡേറ്റ്. അപ്പൊ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്ന് ഓർക്കുക. 722/2025 ആണ് ഇതിന്റെ കാറ്റഗറി കോഡ്. ലബോറട്ടറി ടെക്നീഷ്യൻ 729/2025, ഡ്രാഫ്റ്റ്മാൻ 725/2025, ടൈപ്പിസ്റ്റ് 760/2025, ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റന്റ് 746/2025. അപ്പോൾ കേരള PSC നിങ്ങൾക്ക് നൽകിയ ഒരു സുവർണ അവസരം തന്നെയാണ്. 2026 തുടക്കത്തിൽ തന്നെ ഇത്രയും വിജ്ഞാപനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ എക്സാമുകൾ ഉണ്ടാകും. അതിനുശേഷം ഈ 2026 തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഈ ഒരു അവസരം പാഴാക്കാതെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ മറന്നുപോയി പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഈ അവസരം പാഴാകും. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക കൂടെ വേണം. അപ്പോൾ ടെല്ല PSC നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കോഴ്സുകൾ നൽകുന്നുണ്ട്. CPO, CEO, എക്സൈസ് അങ്ങനെ വളരെയധികം കോഴ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്.
അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഏറെയുണ്ടോ സ്വപ്നം, കൂടെയുണ്ട് ടെല്ലാം. താങ്ക് യു, ബൈ.